എൻ്റെ പേര് മരിയാമോൾ ബിജു. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ചേട്ടൻ, ഇതെൻ്റെ ഹസ്ബൻഡ്. എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാനിവിടെ വന്നത് എനിക്ക് അമ്മ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനാണ്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ അവിടെ 3.5 വർഷം ജോലി ചെയ്തു. അങ്ങനെ എല്ലാവർക്കും ആഗ്രഹമുള്ളതുപോലെ എനിക്കും, ഞാനൊരു നേഴ്സായതുകൊണ്ട് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാനായിട്ട് ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഞാൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് ജോലിയും ക്ലാസ്സും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അമ്മ മാതാവ് എനിക്ക് വഴിയൊരുക്കി തന്ന് എനിക്കത് പഠിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ പഠിച്ചു, ഡേറ്റ് എടുത്തു, എക്സാമിന് പോയി. പക്ഷേ എക്സാമിന് ഞാൻ അത്ര പ്രിപ്പയർഡ് ആയിരുന്നില്ല. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും അറിയാം 4 മൊഡ്യൂളാണ് അതിൽ നിന്ന്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പോയി. അപ്പം അമ്മ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട് കൃപാസനത്തിൽ നിന്ന് എനിക്ക് ഉപ്പും തേനും തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ സൗദിക്ക് പോയപ്പോൾ. അപ്പം ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടാണ് പോയത്. ചെക്കിംഗ് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ പോക്കറ്റിൽ ഞാനൊരു ടിഷ്യൂവിൽ ഉപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ആ ഉപ്പ് അവിടെ വിതറി, ആളുകൾ ചവിട്ടാത്തടത്ത് നോക്കി ഞാൻ വിതറി. തേൻ ഞാൻ കഴിച്ചിട്ട് പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അമ്മയുടെ ഒരു അടയാളം കാട്ടിത്തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗ്രേ കളറിൽ ഒരു ഡ്രസ്സ് ഇട്ട ആളാണ് എനിക്ക് ഇൻ്റർലക്യൂട്ടറായിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ടെൻഷൻ പകുതി മാറി. എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്പീക്കിംഗ് കഴിഞ്ഞ ഉടനെ ആ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നന്നായിട്ട് സംസാരിച്ചു എന്നെൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി. അങ്ങനെ ഞാൻ റിയാദിൽ വെച്ചിട്ടായിരുന്നു ഈ എക്സാം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. എനിക്ക് എക്സാം ടഫായിരുന്നു, പക്ഷേ സ്പീക്കിംഗ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ മാഡം അങ്ങനെ വന്നതുകൊണ്ട് എനിക്കൊരു വിശ്വാസമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞു. എൻ്റെ റിസൾട്ട് വന്നത് ഞാൻ വെളുപ്പിന് ഈ ഡെയിലി ബ്രെഡിൻ്റെ ഇത് കേട്ടോണ്ടിരുന്ന സമയത്താണ് എനിക്ക് എൻ്റെ റിസൾട്ട് വന്നത്. അതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി. എല്ലാവർക്കും അറിയാം ഈ ഒരു കാലഘട്ടത്തിൽ അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു ജോലി കിട്ടാനായിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്നു. ഫെബ്രുവരിയിൽ എനിക്ക് ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റി. അങ്ങനെ ഞാൻ ഈ 2025 ജൂണിൽ നാട്ടിലേക്ക് വന്നു. ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് അയർലൻഡിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഉണ്ട് നേഴ്സ് ലൈസൻസ് കിട്ടണമെങ്കിൽ. ഞാൻ ജൂണിൽ നാട്ടിൽ വന്നു. ജൂലൈ 7-ാം തീയതി ഞാനിവിടെ വന്ന് ഞാൻ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തു. അങ്ങനെ എനിക്ക് ഈ കാശ് രൂപം കിട്ടി. ഞാൻ ഇവിടുന്ന് കാശ് രൂപവും തേനും ഉപ്പും പത്രവും ഒക്കെ ആയിട്ട് ഞാൻ അയർലൻഡിന് പോയി. ഞാൻ ആപ്റ്റിറ്റ്യൂഡ് എക്സാം അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാൻ ഫെയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷേ എനിക്ക് സങ്കടം ഉണ്ടായത്, ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് ഉടമ്പടി എടുത്തിട്ട് പോയതാണ്, എന്നിട്ടും എനിക്കത് കിട്ടിയില്ല. പക്ഷേ ഞാൻ മാതാവിനോട് കുറേയേറെ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വെളിപാട് പോലെ വന്നു, നിൻ്റെ പ്രാർത്ഥന പോരാ, നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതായി. അപ്പം എനിക്കവിടെ ഇംഗ്ലീഷ് കുർബാനയാണുള്ളത്. എന്നിട്ടും ഞാൻ പോയി. എന്നും രാവിലെ ഈ എക്സാം 2 അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി. ഓക്കെ, അതിന് 14 സ്റ്റേഷനാണ്, അതിൽ 7 സ്റ്റേഷൻ ഞാൻ പോയി. അത് കഴിഞ്ഞ് സെക്കൻഡ് അറ്റംപ്റ്റ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെയ്തു. അതിൽ എനിക്ക് വീണ്ടും 1 സ്റ്റേഷൻ പോയി. എൻ്റെ കൂടെ വന്ന ബാക്കി എല്ലാവരും പാസ്സായി, ഞാനും വേറൊരു കുട്ടിയും മാത്രമായി. അങ്ങനെ എനിക്ക് പിന്നെ വീണ്ടും അറ്റൻഡ് ചെയ്യാൻ, അപ്പം അതിന് പൈസ വേണം. നല്ല അവിടുത്തെ കണക്കിന് 2,800 യൂറോ വേണം നമുക്കൊരു എക്സാമിന്. അപ്പോൾ എനിക്ക് ഇത്രയും പൈസ ചിലവുണ്ട്. പക്ഷേ അമ്മ മാതാവ് എന്നെ അപ്പോഴും കൈവിട്ടില്ല. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ അമ്മയോടും ഞാൻ വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹസ്ബൻഡിനോടും ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ പരീക്ഷിക്കുന്നതാ മാതാവ്, നീ ഒന്നുകൂടി മാതാവിൻ്റെ അനുഗ്രഹമുള്ള കുട്ടിയാണ്, നീ പ്രാർത്ഥിക്കും, നിനക്ക് ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ എല്ലാ ദിവസവും ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിച്ചു. വീണ്ടും എനിക്കൊരു ഡിസിഷൻ ലെറ്റർ വേണം, വീണ്ടും അടുത്ത എക്സാം എഴുതണേ. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ ചെന്ന് ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ എനിക്ക് താമസിക്കാനുള്ള എൻ്റെ അക്കോമഡേഷൻ ഓൾറെഡി കഴിഞ്ഞിരുന്നു. പിന്നെ എനിക്ക് 6 മാസത്തെ വിസയായിരുന്നു അടിച്ചിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് 6 മാസം അയർലൻഡിൽ നിൽക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ പൈസയില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ മാതാവ് എനിക്ക് അവരെ കാണിച്ചു തന്നു. അവരെന്നെ 6 മാസം എൻ്റെ ഫുൾ ചിലവും എടുത്ത് അവരെന്നെ അവരുടെ വീട്ടിൽ നിർത്തി. എനിക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം എൻ്റെ മാതാവ് എനിക്ക് അങ്ങനെ ഒരുക്കി തന്നു. എനിക്ക് ഒരു ടെൻഷനും കൂടാണ്ട് എനിക്ക് അടുത്ത എക്സാമിനേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വരെ മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അപ്പോൾ എനിക്ക് പ്രതീക്ഷയായി, എന്നെ ഇവിടെ ഈ രാജ്യത്തെ കൊണ്ടുവന്നത് ഇവിടെ നിൽക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ ഞാൻ വീണ്ടും സെപ്റ്റംബറിൽ ഡേറ്റ് എടുത്തു, ഡിസിഷൻ ലെറ്റർ കിട്ടി. അടുത്ത എക്സാമിന് ഡേറ്റ് എടുത്ത് ഞാൻ ഒക്ടോബറിൽ പ്രിപ്പയർ ചെയ്തു. നവംബറിൽ ഞാൻ എക്സാം എഴുതി. എൻ്റെ റിസൾട്ട് ഡിസംബറിൽ വന്നു.
ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എത്ര വട്ടം ഞാൻ ഫെയിലായ കാര്യമാണോ, ഞാൻ എത്രമാത്രം എന്തിനു വേണ്ടി കരഞ്ഞോ, പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു. എൻ്റെ കൂടെയുള്ളവർ മൊത്തം പറഞ്ഞു, നീ മാതാവിൻ്റെ ബ്ലെസ്സിങ് കിട്ടിയ കുട്ടിയാണ്. അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസന മാതാവിനെ എത്രമാത്രം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ അതിൻ്റെ ഫലമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതെന്ന്. അങ്ങനെ എൻ്റെ വിശ്വാസം ഞാൻ അവരിലും ഏറ്റു പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞു, നീ നല്ല ബ്ലെസ്ഡായ കുട്ടിയാണ്. സത്യമാണ്, എൻ്റെ പേര് മരിയ എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ കൃപാസന മാതാവ് എന്നെ അത്രയധികം ഉയർത്തിയതാണ് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം തന്നെയാണ് അതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ കല്യാണം 2023 അന്നും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭംഗിയായിട്ട് മാതാവ് എൻ്റെ കല്യാണവും നടത്തി തന്നു. ഇതൊക്കെയാണ് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. 2026 ജനുവരി 5 ഞാൻ ജോയിൻ ചെയ്തു അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. പക്ഷേ ഗവൺമെൻറ് പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് മാതാവ് എന്നെ ജോലിക്ക് ചേർത്തത്. അമ്മ മാതാവിന് 1000 നന്ദി. രോഗസൗഖ്യം എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്ത് റിലീവ് ആകാറായ സമയത്തായിരുന്നു അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടി, ഡെങ്കിപ്പനി കൂടിയിട്ട് അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു പോയി. അപ്പോൾ ആൾ പോകുമെന്ന് തന്നെ ഡോക്ടേഴ്സ് പെട്ടെന്ന് റെഫർ പറഞ്ഞു. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ അടുത്തില്ല, എൻ്റെ ആങ്ങളയ്ക്ക് വയ്യാത്ത കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നു എന്താകും എന്നുള്ളത്. പക്ഷേ അമ്മ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ അമ്മയുടെ എന്നേക്കാൾ വിശ്വാസിയാണ് എൻ്റെ അമ്മ. അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അമ്മയുടെ ആ വിശ്വാസവും ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസവും കാരണം മാതാവ് എനിക്ക് അവിടെയും തുണയായി വന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരാപത്തും കൂടാതെ അടുത്തുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് എൻ്റെ അമ്മേനെ സഹായിച്ചു. വീടിൻ്റെ പണി, അടുക്കള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് ശരിയാക്കി തന്നു. അങ്ങനെ അമ്മ മാതാവ് എന്തൊക്കെ കാര്യങ്ങൾ മുടങ്ങിക്കിടന്നോ അതെല്ലാം വളരെ നല്ല രീതിയിൽ എനിക്ക് ആക്കി തന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഇപ്പം ഞാൻ അയർലൻഡിൽ അവിടെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പൈസ രോഗികളെ കാണാൻ പോകുമ്പോൾ അവർക്ക് എന്നാ കഴിയുന്നതായിട്ടുള്ള പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് വിതരണത്തിന് അമ്മയുടെ പൈസ കൊടുത്ത് അമ്മ ചെയ്യാറുണ്ട് അതിവിടെ നാട്ടിൽ. അങ്ങനെയൊക്കെ. പിന്നെ പത്രം ഞാൻ അയർലൻഡിലും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ അമ്മ എല്ലാവർക്കും കൊടുക്കാറുമുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ആത്മീയ ജീവിതം, ബൈബിൾ വായിക്കും, കുർബാന, പറ്റുന്ന എല്ലാ ഞായറാഴ്ചയും ഞാൻ കൂടാറുണ്ട്. കാരണം ഞാൻ നേഴ്സായതുകൊണ്ട് എനിക്ക് ഇട ദിവസങ്ങളിൽ പറ്റുമ്പോഴൊക്കെ ഞാൻ പോകും. എങ്കിലും ഞായറാഴ്ചയാണ് കൂടുതലായിട്ടും ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളത്. പിന്നെ കുമ്പസാരം, ഇപ്പം ഞാൻ അവിടെ ചെന്ന് എനിക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ മലയാളം കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. അല്ലാണ്ട് ഇപ്പം ഇടയ്ക്ക് ഇംഗ്ലീഷിലേക്ക് ഞാൻ അത്ര ഇതായിട്ടില്ല. പക്ഷെ മാതാവ് എന്നെ താമസിയാതെ അതും എനിക്ക് പഠിപ്പിച്ച് തരുമെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ കുമ്പസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡെയിലി ബ്രെഡ് എന്നും ഞാൻ കേൾക്കാറുണ്ട്. 5:30 അച്ഛൻ്റെ ജപമാലയും കൂടാറുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് ജപമാല ചെല്ലാറുമുണ്ട്. മാതാവിന് ഈശോയ്ക്കും ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയതിന് കൃപാസന മാതാവിന് എന്നും നന്ദി. ഇനിയും മുന്നോട്ട് അമ്മയുടെ അനുഗ്രഹം എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എല്ലാവർക്കും, എനിക്ക് ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ. മാതാവിന് ഒരുപാട് നന്ദി. അവിടുന്ന് അവരെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു. സങ്കീർത്തനം 21:6 ഉടമ്പടി ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുവാനുള്ള ഒരു വലിയ വിളിയാണ്. ദൈവസാന്നിധ്യമാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം. ഒരുപക്ഷെ നമുക്ക് താൽക്കാലിക സന്തോഷം പല ഇടങ്ങളിലൂടെയും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഒക്കെ ലഭിക്കാം. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ ദൈവം തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളെ ആത്മീയമായും ശാരീരികമായും മാനസികമായും അനുഗ്രഹിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് നമ്മെ ഒരു ആത്മീയ ജീവിതത്തിൽ പുതുക്കുന്ന ഒരു വിശുദ്ധിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നത്. മരിയ മോൾ ബിജു എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഈ മകൾ ആദ്യമായിട്ട് ഉടമ്പടിയെടുത്ത്, ആദ്യം അമ്മയാണ് ഉടമ്പടിയെടുത്തത്. അമ്മയുടെ ഉടമ്പടിയോട് ചേർന്ന് നിന്നാണ് ഈ മകൾ OET എക്സാം പഠിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഓരോ OET എക്സാം എഴുതാൻ പോയപ്പോഴും പല പ്രാവശ്യവും ഒരു പ്രാവശ്യം എഴുതി, 2 പ്രാവശ്യം എഴുതി. പിന്നീട് ഈശോയുടെയും അമ്മയുടെയും കൂടുതൽ ആത്മീയതയിലേക്ക് ഉള്ളൊരു വളർച്ചയാണ് നാം കാണുന്നത്. ഓരോ ഫെയിലിയേഴ്സ് വരുമ്പോഴും ഈശോയുടെയും അമ്മയോടും കൂടുതൽ ഉറച്ച വിശ്വാസത്തിലേക്ക് മകൾ തിരിച്ചു വരികയാണ്. അങ്ങനെ തന്നെയാണ് OET എക്സാം പാസ്സാവുകയും പിന്നീട് വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചപ്പോഴാണ് പിന്നീട് അവിടെ ഒരു നഴ്സിംഗ് പാസ്സായി നഴ്സിംഗ് ജോലി കിട്ടുകയും അയർലൻഡിലേക്കുള്ള സ്കോർ കിട്ടാൻ സാധിക്കുകയൊക്കെ ചെയ്തത്. പിന്നീട്
6 മാസത്തെ സ്റ്റേ പോലും മാതാവ് ഒരുക്കി കൊടുക്കുകയാണ് അവിടെ. എല്ലാ കാര്യത്തിലും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ് ഈ മകളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. എവിടെ പോയാലും എന്തിനു പോയാലും ഒരു ദൈവ സാന്നിധ്യമുണ്ട് ഈ മകളുടെ ജീവിതത്തിൽ. അങ്ങനെയാണ് ഈ മകൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് കുടുംബമായിട്ട് വന്നിന്ന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. അയർലൻഡിൽ ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിച്ചതിന്. തന്നെയുമല്ല, വിവാഹം നടത്തി കൊടുക്കുകയും കുടുംബത്തിൽ രോഗശാന്തി ലഭിക്കുകയും ഒക്കെ ചെയ്തത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ രക്ഷിക്കുന്ന, നമ്മെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്ന, ഒരു മധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ കൂടി ദൈവസന്നിധി ജീവിക്കാനുള്ള നിത്യമായ അനുഗ്രഹവും സത്യമായ സന്തോഷവും ലഭിക്കാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ആ അനുഗ്രഹങ്ങളുടെ ഉറവിടത്തിൻ്റെ ആ സന്നിധിയിലേക്കാണ് നാം വന്നിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും, ബുദ്ധിമുട്ടുകൾ എന്തു തന്നെയായാലും, പരിശുദ്ധ അമ്മ കാനായിൽ വിവാഹ വിരുന്നിൽ ആ കുടുംബത്തിലെ കാര്യങ്ങളിൽ ഇടപെട്ടതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളിലും കൃപാസനം അമ്മ ഇന്നും ഇടപെടുന്നത്. നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നയിക്കുമ്പോഴാണ് ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു വാതിൽ, ഒരു വഴി തുറന്നു കൊടുക്കുന്നത്. ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. നമ്മെയും എന്നേക്കും അനുഗ്രഹപൂർണ്ണരാക്കുവാനും ആ സാന്നിധ്യത്തിൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മരിയമ്മൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.